ഹായ് ഗായ്സ്, ഭൂമിയിലെ കാഴ്ചകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൺപാക്ക് ഷീറ്റ് കൊണ്ട് ടാങ്ക് എങ്ങനെയാണ് നിർമ്മിക്കാമെന്നാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇന്ന് ആ സൺപാക്ക് ഷീറ്റും പടുതാക്കുളവും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. പടുതാക്കുളത്തിലിട്ട് മീനെ വളർത്തിയാലും സൺപാക്ക് ഷീറ്റിലിട്ട് മീനെ വളർത്തിയാലും തമ്മിലുണ്ടാവുന്ന ആ മാറ്റമുണ്ടല്ലോ, അത് ഞാൻ ഇന്ന് നേരിട്ട് കാണിച്ചു തരാം. ഇവിടെ ഈ പാത്രത്തിൽ എടുത്തേക്കുന്നത് 28 ദിവസം പ്രായമായ പർപ്പിൾ മൊസൈക്ക് ഗപ്പിയാണ്. സൺപാക്ക് ഷീറ്റിലിട്ട് വളർത്തിയ 28 ദിവസം പ്രായമായ പർപ്പിൾ മൊസൈക്ക്. ഈ സൈസ് ഒന്ന് നോക്കി വെച്ചോ. ഈ സൈസ് ആയിരിക്കും നിങ്ങൾക്ക് സൺപാക്ക് ഷീറ്റിൽ ഇട്ട് വളർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൺപാക്ക് ഷീറ്റിൻ്റെ ടാങ്കിൽ ഇട്ട് വളർത്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാം. 28 ദിവസമായ പർപ്പിൾ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. എന്നാൽ പടുതാക്കുളത്തിലിട്ട് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പ് സൺപാക്ക് ഷീറ്റിൽ ഏതൊക്കെ തരം ഗപ്പികളെ വളർത്തണം എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരിക്കലും ബ്രൂഡ് ഗപ്പികളൊന്നും ഈ സൺപാക്ക് ഷീറ്റിലിട്ട് വളർത്തരുത്. ബ്രൂഡ് ഗപ്പീനെ ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജ് ടാങ്കിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ആണ് ഇട്ട് വളർത്തേണ്ടത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഗപ്പികളായിരിക്കും. അതിനൊരിക്കലും സൺപാക്ക് ഷീറ്റിലിട്ട് വളർത്തരുത്. ഈ സൺപാക്ക് ഷീറ്റിൽ നമ്മൾ സാധാരണ ഈ കുഞ്ഞുങ്ങളെയാണ്, ഈ ജനിച്ചു വന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മളിട്ട് വളർത്തുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നേഴ്സറി പോണ്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സൺപാക്ക് ഷീറ്റ്. അപ്പോൾ ഈ 1 തൊട്ടൊരു 45 ദിവസം പ്രായമുള്ള ഗപ്പികളെ വരെ നമുക്ക് ഈ സൺപാക്ക് ഷീറ്റിലിട്ട് വളർത്താം. പിന്നെ അവർക്ക് വേണ്ടി മറ്റൊരു പാത്രമോ ഈ ഫ്രിഡ്ജ് ടാങ്കോ കണ്ടെത്തണം. മെയിലും ഫീമെയിലും തിരിച്ചറിയാനാവുന്ന പ്രായമാകുമ്പോഴേക്കും നമ്മൾ അതിനെ മാറ്റിയിട്ട് വളർത്താൻ ശ്രമിക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മെയിലും ഫീമെയിലും മനസ്സിലാവുന്ന ആ പ്രായത്തിൽ തന്നെ നമ്മൾ ഗപ്പികളെ മാറ്റിയിട്ടിട്ട് വളർത്തണം. എന്നാലാണ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഗപ്പികളെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് പടുതാക്കുളത്തിലെ ഗപ്പി വളർത്തൽ നോക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ പടുതാക്കുളം. ഇത് നമ്മൾ കുറച്ച് ബൾക്കായിട്ട് പർപ്പിൾ മൊസൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കുളം നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പടുതാക്കുളത്തിൽ നമ്മൾ അതേ പ്രായത്തിലുള്ള ഗപ്പികളുടെ കുഞ്ഞുങ്ങളെ, 28 ദിവസം പ്രായമായിട്ടുള്ള പർപ്പിൾ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എത്ര സൈസ് വെച്ചു, അതായത് പടുതാക്കുളത്തിൽ ഇടുമ്പോൾ ആ സൈസിൽ ഉണ്ടാവുന്ന ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇന്നത്തെ ഈ വീഡിയോ. മുകളിൽ നെറ്റ് ഇടാത്ത കാരണം ഒരുപാട് ഈ നമ്മുടെ ഈ ഇലകളും വേസ്റ്റുകളൊക്കെ ഇതിൽ വന്ന് വീണിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ഫോക്സ് ടെയിൽ ഇട്ടിട്ടുണ്ട്, വാട്ടർ ക്യാബേജ് ഇട്ടിട്ടുണ്ട്, ഡക്ക് വീഡ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ ഫിഷുകൾക്ക് നമ്മൾ കുഞ്ഞുങ്ങളെയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊക്കൊക്കെ വന്ന് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തവളയൊക്കെ ഈ കുളത്തിൽ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവർക്ക് ഈ ഒളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോക്സ് ടെയിലൊക്കെ നമ്മളിതിൽ ഇട്ടിട്ടുള്ളത്. ഈ ഫോക്സ് ടെയിലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഈ ഫിഷുകളെ പിടിച്ചെടുക്കാനും ഇച്ചിരി പാടാണ്. നമുക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫിഷുകളെ പിടിക്കാൻ ശ്രമിക്കാം. തീറ്റ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവർ വരില്ല, അവരിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത് പ്രിൻസ് വീനാണ്. ഇതാണ് നമ്മൾ ആ പടുതാക്കുളത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ള പർപ്പിൾ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ ആ സൈസ്, നമ്മൾ ആദ്യം കണ്ട കുഞ്ഞുങ്ങളുടെ സൈസും തമ്മിലുള്ള ആ ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺപാക്ക് ഷീറ്റിൻ്റെ ടാങ്കിലുള്ള കുഞ്ഞുങ്ങളെക്കാളും വളരെയധികം വലിപ്പം ഈ പടുതാക്കുളത്തിലിട്ട് വളർത്തിയ കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇത് നമ്മുടെ പർപ്പിൾ മൊസൈക്കിൻ്റെ ഫീമെയിൽസ് ആണ്. നമുക്ക് ഫീമെയിൽസിനെ മാത്രമാണ് പിടിക്കാൻ പറ്റിയത്. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൺപാക്ക് ഷീറ്റിൻ്റെ ടാങ്കിലിട്ട് വളർത്തിയ പർപ്പിൾ മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതിൽ മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് പടുതാക്കുളത്തിലിട്ട് വളർത്തിയ അതേ 28 ദിവസം പ്രായമായ അതേ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫീമെയിൽ ഏതാണ് മെയിൽ ഏതാന്ന് തിരിച്ചറിയാനുള്ള ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ സൈസിലുണ്ടാവുന്ന ഡിഫറൻസ് വളരെയധികമാണ്. ഈ സൺപാക്ക് ഷീറ്റിൻ്റെ ടാങ്കിലിട്ട് വളർത്തുമ്പോൾ കുഞ്ഞുങ്ങൾ പതുക്കെ വളരുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നീന്താൻ സ്ഥലം കുറവാണ്. എന്നാൽ പടുതാക്കുളത്തിലിട്ട് വളർത്തുമ്പോൾ അവർക്ക് ഒരുപാട് സ്ഥലത്ത് നീന്താൻ പറ്റും. ഈ നീന്തുന്നതിനനുസരിച്ചിട്ട് അവർക്ക് വലുതാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഈ പടുതാക്കുളത്തിലാവുമ്പോൾ അവർക്ക് ഫുഡ് പെട്ടെന്ന് ആ കുളത്തിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് അല്ലാതെ
നമ്മളിട്ട് കൊടുക്കുന്നതല്ലാതെ ഇതിലുണ്ടാവുന്ന ആൽഗെ വാട്ടറിൽ നിന്നൊക്കെ അവർക്ക് ഫുഡ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പടുതാക്കുളത്തിലിട്ട് വളർത്തുന്ന ഫിഷുകൾ കൂടുതൽ വലിപ്പം വയ്ക്കാൻ കാരണമാകുന്നുണ്ട്. ഇതാണ് നമ്മൾ പടുതാക്കുളത്തിലിട്ട് വളർത്തിയത്. നിങ്ങൾക്ക് പടുതാക്കുളം നിർമ്മിച്ചിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വളർത്തുന്നതാണ് വളരെ നല്ലത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിഷിനെ വലുതാക്കാൻ സാധിക്കും. പിന്നെ ഉണ്ടാകുന്ന മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീറ്റ ഇട്ട് കൊടുത്തില്ലെങ്കിലും ആ കുളത്തിൽ നിന്ന് തന്നെ അവർ ആൽഗയും ഇതൊക്കെ കഴിച്ച് ഒരുവിധം സൈസ് വയ്ക്കും. നമ്മളിങ്ങനെ ഈ തീറ്റ കുറവ് കൊടുത്താൽ മതി. പക്ഷേ ഈ പടുതാക്കുളത്തിൽ മീനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു നെറ്റ് മോളിക്കോടെ ഇടാൻ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ കൊക്ക്, ഈ കുളക്കോഴി, അങ്ങനെ പല ജീവികളും, ഈ തവള വരെ വന്ന് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് പോവും. ഈ തുറന്ന് കിടക്കുകയായിരിക്കും നമ്മുടെ ഈ പടുതാക്കുളം. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പടുതാക്കുളം തുറന്നിടാതെ മുകളിൽ ഒരു നെറ്റ് ഇടാൻ ശ്രമിക്കുക. പിന്നെ മഴ പെയ്യുമ്പോൾ വലിയൊരു പ്രശ്നമാണ്. ഈ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മഴവെള്ളമൊക്കെ ഈ പടുതാക്കുളത്തിൽ നമുക്ക് മൂടി വയ്ക്കാൻ പറ്റില്ല, ഈ പടുതാക്കുളത്തിൽ വന്ന് വീഴും. അപ്പോൾ അധികം റെസിസ്റ്റൻസ് പവർ ഇല്ലാത്ത ഫിഷുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചും കൂടിയും ഈ റെസിസ്റ്റൻസ് പവർ ഉള്ള ഫിഷുകളെ നമുക്ക് ഈ പടുതാക്കുളത്തിലിട്ട് വളർത്താൻ ശ്രമിക്കുക. ഈ ആൽബിനോ മോഡൽ ഗപ്പികളൊന്നും ഈ പടുതാക്കുളത്തിലിട്ട് വളർത്തുന്നത് നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട. ഈ ആൽബിനോ ഇതിലൊക്കെ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ തട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ചും കൂടി റെസിസ്റ്റൻസ് ഉള്ള ഫിഷുകളെ നമുക്ക് ഈ പടുതാക്കുളത്തിൽ ഇട്ട് വളർത്തണം. ഈ പടുതാക്കുളത്തിലിട്ട് വളർത്തുന്ന ഫിഷുകൾക്ക് റെസിസ്റ്റൻസ് കൂടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഫിഷുകൾ ഒരുവിധം സെയിലിനുള്ള സൈസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഫിഷുകളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിലുള്ളവരാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഭൂമിയിലെ കാഴ്ചകളുടെ പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം ID കൂടെ ചോദിച്ചോ, നമ്മൾ ഏത് തരത്തിലുള്ള സഹായവും ചെയ്തു തരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടെന്ന് വെച്ചാലാണ് നമുക്ക് ഈ ചാനലിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരിക്കും ശിവശങ്കർ സൈനിങ് ഓഫ് ഫ്രം ഭൂമിയിലെ കാഴ്ചകൾ.